നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇംഗ്ലീഷ് ആളുകൾ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പ്രയാസപ്പെടാറുണ്ട് അല്ലേ? സോ ഇവിടെ ആക്ച്വൽ പ്രോബ്ലം ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ ലാംഗ്വേജ്. നിങ്ങളുടെ ഇംഗ്ലീഷ് അല്ല ഇവിടെ നിങ്ങളുടെ പ്രോബ്ലം വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മലയാള ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ, നമുക്ക് ദാഹമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡയറക്റ്റ്ലി നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ദാഹമുണ്ട് എന്നാണ്. അതല്ലാതെ നമ്മൾ ഐ ആം തേഴ്സ്റ്റി എന്ന് ചിന്തിച്ചിട്ട് നമ്മളത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. കാരണം നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് അവർ മദർ ടങ് ഈസ് മലയാളം അല്ലേ? അതുപോലെ ഈ ഒരു ചെയ്യുന്ന പ്രോസസ്സ് ഡയറക്റ്റ്ലി, അതാണ് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക എന്ന് പറയുക അതിന്. അതായത് നമ്മൾ ചെയ്യുന്ന, നമുക്ക് എന്താണോ സംസാരിക്കാനുള്ളത് ഡയറക്റ്റ് ഇംഗ്ലീഷിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിൽ പ്രോസസ്സ് ചെയ്യുക. ഇതൊരു പ്രാക്ടീസിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ മലയാളം ലാംഗ്വേജ് അല്ലേ, എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പറ്റും എന്നുള്ളത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. മലയാളത്തിൽ നമുക്ക് നാച്ചുറലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എന്തിനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ചെറിയ അറിയുന്ന വാക്കുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ പോകുക. എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മളെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, പിന്നീട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പിന്നീട് ഡെലിവർ ചെയ്യുന്നു. ഒരു ഗ്യാപ്പ്, ഈ ഒരു തിങ്കിങ് പ്രോസസ്സ്, അതേപോലെ ട്രാൻസ്ലേറ്റിംഗ് ടൈമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലാംഗ്വേജ് ഫ്ലുവൻസിയെയും ആ ഒരു സ്പോണ്ടേനിറ്റിയും ഒക്കെ ബാധിക്കുന്നത് ഈ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ സിമ്പിളായിട്ട് ചിന്തിക്കുക. അതായത് ഐ എം വേക്കിംഗ്, ഗുഡ് മോർണിംഗ്, അതേപോലെ ഐ എം വേക്കിംഗ് അപ്പ്, ഐ എം സ്ലീപ്പി എന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് നമുക്ക് അറിയുന്ന രീതിയിൽ, ഗ്രാമറൊന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഞാൻ പല്ല് തേക്കുകയാണെന്ന് പറയുന്നത് അതിന് പകരം ഐ എം ബ്രഷിങ് മൈ ടീത്ത് അല്ലേ? അതേപോലെ നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ നടന്നിട്ട് വരാം, ഐ എം വാക്കിംഗ് അല്ല, ഞാൻ നടക്കുകയാണ്. അതുപോലെ ഒരു വെള്ളത്തിൽ തണുപ്പ് കണ്ടിട്ട് രാവിലെയൊക്കെ വെള്ളത്തിൽ വാട്ടർ ഈസ് കോൾഡ് ഡയറക്റ്റ്ലി നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യും. ഇനി ഏറ്റവും പവർഫുൾ ആയിട്ട് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഓരോന്നും കണ്ടുമുട്ടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു നായ ഇങ്ങനെ അവിടെ നടന്നു പോകുന്നുണ്ട്, ദ ഡോഗ് ഈസ് വാക്കിംഗ്, ഓക്കെ. അതേപോലെ നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോൺ ഹാങ് ആവരുത്, ഫോൺ ഈസ് സ്ലോ, മൈ ഫോൺ ഈസ് സ്ലോ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നൈറ്റിൽ എന്ത് ചെയ്യുക, കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ടുഡേ വാസ് ഗുഡ്, ഐ ലേൺ സംതിങ് ന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ എന്ത് ചെയ്യുക, സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി, ഇഫ് യു ആർ ഫോളോയിങ് ദ വേ ഓഫ് തിങ്കിങ് ഡയറക്ട്ലി ഇൻ ഇംഗ്ലീഷ്, യു ക്യാൻ ഓൾസോ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുക. അത് ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല, അത് ഗ്രാജുവലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സംഭവം, ഈ ഒരു ചലഞ്ച് ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ ഡെയിലി 10 minutes ഇഫ് യു ആർ റെഡി ടു സ്പെൻഡ് ഫോർ യുവർ ലാംഗ്വേജ്, ഡെഫിനറ്റ്ലി വിതിൻ 2 weeks യു വിൽ ഗെറ്റ് ദ റിസൾട്ട്, ഐ എം ഷുവർ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും നടക്കൂല. എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ തിങ്കിങ് ഇംഗ്ലീഷ്. താങ്ക് യു.